വാടക വീട്ടിൽ കഴിയുന്നവർക്ക് ഒരു സ്വപ്നമെങ്കിലും ഉണ്ടാവും. എനിക്കൊരു സ്വന്തം വീട് വേണം. എൻ്റെ കുട്ടികൾ എൻ്റെ വീട്ടിൽ വളരണം. വാടക കൊടുക്കുന്ന പണം എൻ്റെ വീടിനായി ഉപയോഗിക്കണം. പക്ഷേ വർഷങ്ങൾ കടന്നുപോകുന്നു. വീട് മാത്രമൊരു സ്വപ്നമായി തന്നെ തുടരുന്നു. ഇന്ന് ഈ വീഡിയോയിൽ സ്വന്തം വീടുണ്ടാകാതെ പോകുന്ന കാരണങ്ങൾ, സാധാരണ ആളുകൾ ചെയ്യുന്ന വലിയ തെറ്റുകൾ, യാഥാർത്ഥ്യമായ വീട് സ്വന്തമാക്കാനുള്ള വഴി എല്ലാം വിശദീകരിക്കാം. ഈ വീഡിയോ അവസാനം എനിക്ക് കഴിയില്ല എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടാകില്ല. 1. വീട് ഒരു സ്വപ്നമോ അതോ പദ്ധതിയോ? പലർക്കും വീടൊരു സ്വപ്നം മാത്രമാണ്. പക്ഷെ വീടുള്ളവർക്ക് അതൊരിക്കലും സ്വപ്നമായിരുന്നില്ല. അതൊരു പദ്ധതിയായിരുന്നു. ഒരു ദീർഘകാല തീരുമാനമായിരുന്നു. സ്വപ്നം കാണുന്നത് എല്ലാവർക്കും കഴിയും. പക്ഷേ പദ്ധതി തയ്യാറാക്കുന്നത് കുറച്ചുപേർ മാത്രമാണ്. 2. സ്വന്തം വീടുണ്ടാകാതെ പോകുന്ന 5 പ്രധാന കാരണങ്ങൾ. 1. ഇപ്പൊ വേണ്ട, പിന്നെ നോക്കാം എന്ന ചിന്ത. കാലം കാത്തിരുന്നാൽ വീട് സ്വയം വരില്ല. 2. ചെലവുകളിൽ നിയന്ത്രണമില്ലായ്മ. വാടകയും ലൈഫ് സ്റ്റൈലും. സേവിങ്സ് ഇല്ല. 3. വീട് എന്നത് ലക്ഷറി ആണെന്ന തെറ്റിദ്ധാരണ. വീട് ലക്ഷറിയല്ല, അത് സെക്യൂരിറ്റിയാണ്. 4. ലോൺ പേടി. ലോൺ ശരിയായി ഉപയോഗിച്ചാൽ അത് ശത്രുവല്ല. 5. ക്ലിയർ ഗോൾ ഇല്ലായ്മ. എവിടെ, എത്ര, എപ്പോൾ ഇതൊന്നും തീരുമാനിച്ചിട്ടില്ല. സ്വന്തം വീടുണ്ടാക്കാനുള്ള യഥാർത്ഥ വഴി. ഇവിടെ ശ്രദ്ധിക്കുക. ഇതാണ് റിയലിസ്റ്റിക് റോഡ് മാപ്പ്. 1. പ്രയോറിറ്റി വണ്ടി, ഫോൺ, സ്റ്റേറ്റസ് ഇവയേക്കാൾ മുൻപ് വീട് പ്രയോറിറ്റിയാക്കണം. 2. ക്ലിയർ വിഷൻ. ഏത് സ്ഥലത്ത്, എത്ര സ്ക്വയർ ഫീറ്റ്, എത്ര ബജറ്റ്. വിഷൻ ഇല്ലെങ്കിൽ ഡിസിഷൻ ഉണ്ടാകില്ല. 3. സേവിംഗ് ഡിസിപ്ലിൻ. വലിയ തുക വേണ്ട, കോൺസിസ്റ്റൻസി വേണം. 2000 രൂപ ഓർ 3000 രൂപ എന്നാലും സ്ഥിരമായി. 4. ലോൺ ശരിയായി ഉപയോഗിക്കുക. ലോൺ എന്നത് വീട് പോലുള്ള ആസറ്റിന് മാത്രം. EMI രണ്ട് പോലെ കാണുക. പക്ഷേ രണ്ട് പോകുന്നതല്ല, നിങ്ങളുടെ ഫ്യൂച്ചറാണ്. 5. സ്മോൾ സ്റ്റാർട്ട്. വലിയ വീട് ആവശ്യമില്ല, ആദ്യം ഒരു വീട് മതി. വളരുമ്പോൾ വീട് വളരും. വീടുള്ളവരുടെ ചിന്താശൈലി. വീടുള്ളവർ ഇങ്ങനെ ചിന്തിക്കും: ഇതെങ്ങനെ സാധ്യമാക്കാം, എന്ത് കട്ട് ചെയ്യണം, എത്ര വർഷം വേണ്ടിവരും. വീടില്ലാത്തവർ: ഇപ്പോൾ പറ്റില്ല, എനിക്ക് സാധ്യമല്ല, ദൈവം തന്നാൽ നോക്കാം. ചിന്ത മാറുമ്പോൾ ഭാവിയും മാറും. ഇന്ന് തന്നെ തുടങ്ങാവുന്ന 5 കാര്യങ്ങൾ. 1. ഹോം ഗോൾ എഴുതൂ. 2. സേവിങ്സ് അക്കൗണ്ട് /RD തുടങ്ങുക. 3. ലൊക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. 4. EMI കാൽക്കുലേഷൻ പഠിക്കുക. 5. ലൈഫ് സ്റ്റൈൽ കൺട്രോൾ ചെയ്യുക. ഇന്ന് തുടങ്ങാത്തത് നാളെ നടക്കില്ല. സ്വന്തം വീട് ഒരു ആഡംബരമല്ല, അത് അഭിമാനം, സുരക്ഷ, ഭാവിയാണ്. നിങ്ങൾ തീരുമാനിച്ചാൽ ഇത് അസാധ്യമൊന്നുമല്ല. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇനിയും ഇത്തരം ലൈഫ് ചേഞ്ചിങ് വീഡിയോസ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരാളുടെ ജീവിതം മാറ്റാൻ ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നന്ദി.